ആശങ്കയായി പാലക്കാട് വീണ്ടും നിപ്പ. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച മണ്ണാർക്കാട് കുമാരംപുത്തൂർ സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 58-കാരന് രോഗബാധ സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും ജാഗ്രത വേണം. ഒപ്പം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പുറത്തുവരുന്നത്? ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടെയാണ് 58-കാരൻ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഈ സമയത്ത് തന്നെ നിപ്പയാണോ എന്ന തരത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. തുടർന്ന് പ്രാഥമിക പരിശോധന നടത്തുകയുണ്ടായി. ഇതിൽ നിപ്പയാണ് എന്ന തരത്തിലൊരു അനുമാനത്തിൽ അവർ എത്തുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ഏതായാലും മണ്ണാർക്കാട് കുമരംപുത്തൂർ ചെങ്ങലേരി സ്വദേശിക്കാണ് ഇത്തരത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിപ്പ ഈ വ്യക്തിക്ക് സ്ഥിരീകരിച്ചതോടെ ഈ വ്യക്തിയുടെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. 58-കാരന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതായത് വീണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു 38-കാരിക്ക് മണ്ണാർക്കാടിന്റെ തൊട്ടടുത്തുള്ള നാട്ടുകൽ സ്വദേശിയായ 38-കാർക്ക് ഇത്തരത്തിൽ നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവരുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകൾക്കൊക്കെ പരിശോധനയിൽ നെഗറ്റീവ് ആണ്. പക്ഷെ അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വ്യക്തിക്ക് കൂടി ഇങ്ങനെ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷെ രണ്ട് പ്രദേശങ്ങളാണ് എന്നുള്ളതുകൊണ്ട് മണ്ണാർക്കാടിന്റെ തന്നെ 2 മേഖലകളാണിത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഏതായാലും ഒരു വ്യക്തിക്ക് കൂടി ഇത്തരത്തിൽ മരിച്ച വ്യക്തിക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ആരോഗ്യ വകുപ്പ്. പ്രധാനമായിട്ടും ക്വാറന്റൈനിൽ പോകാൻ വേണ്ടി ഈ സമ്പർക്ക പട്ടികയിലുള്ളവരോടൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ കണ്ടെയ്ൻമെന്റ് സോണാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും. ആരോഗ്യവകുപ്പ് ഉടൻ തന്നെ ഒരു യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ആ യോഗത്തിന് ശേഷം അധികൃതർ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.